കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന മീൻപിടുത്തക്കാരനായ പാക് ഇദ്രീസ് തന്റെ മുളക്കുടിലിന്റെ പടിയിലിരുന്ന് കയ്പുള്ള കാപ്പി കുടിക്കുകയായിരുന്നു. അയാളുടെ അടുത്ത് ഒരു ഒഴിഞ്ഞ കയർ കിടന്നിരുന്നു. റാക്ക എന്ന അയാളുടെ വിശ്വസ്തനായ നായ തിരിച്ചെത്തിയിട്ടില്ല. പെട്ടെന്ന് ആ പഴയ റേഡിയോ ശബ്ദിച്ചു തുടങ്ങി. ശ്രദ്ധിക്കുക, സുനാമി വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും ഉടൻ തന്നെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറുക. നിമിഷങ്ങൾക്കുള്ളിൽ ഗ്രാമമാകെ ഒരു പരക്കംപാച്ചിലായി. പാക് ഇദ്രീസ്, ഞങ്ങളുടെ കൂടെ വരൂ, അയൽക്കാരൻ ഉച്ചത്തിൽ വിളിച്ചു. എന്നാൽ ആ മനുഷ്യൻ അനങ്ങിയില്ല. റാക്കയില്ലാതെ ഞാൻ എങ്ങോട്ടുമില്ല, വിറയ്ക്കുന്ന കൈകളോടെ അയാൾ പറഞ്ഞു. എല്ലാവരുടെയും പേടിച്ചുള്ള നോട്ടങ്ങൾ വകവയ്ക്കാതെ ഇദ്രീസ് കടൽക്കരയിലേക്കുള്ള മണൽപാതയിലൂടെ നടന്നു. റാക്കയുടെ പേര് വിളിച്ചുകൊണ്ട് വള്ളങ്ങൾക്കടിയിലും മീനുണക്കുന്ന തട്ടുകൾക്കരികിലും കടൽപ്പാലത്തിന് താഴെയും അയാൾ തിരഞ്ഞു. അപ്പോഴാണ് അയാൾ ആ കാഴ്ച കണ്ടത്. കടൽ പിന്നിലേക്ക് വലിഞ്ഞു മാറുന്നു. തിളങ്ങുന്ന കടലിന്റെ അടിത്തട്ട് പുറത്തു കാണാം. റാക്ക! ഇദ്രീസ് അലറി വിളിച്ചു. ഒടുവിൽ മറുപടിയായി ഒരു കുര കേട്ടു.